أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله ما شاء الله بسم الله ما شاء الله كان بشأن الله ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ ഇന്നിവിടെ പറയാൻ പോകുന്ന പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ചാണ്. അള്ളാഹുവിന് 99 നാമമുണ്ട്. ആ 99 നാമത്തിൽ പ്രധാനപ്പെട്ട ഒരു നാമം ഇവിടെ പറയാൻ പോകുന്നു. അർത്ഥം വളരെ കൂടുതൽ അർത്ഥമുള്ള നാമമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ നാമമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം. ഇതാണ് ആ പേരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഈ പേര് നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ ഇതങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ആ ചെല്ലുന്നവരോട് ഏറ്റവും കൂടുതൽ മഹത്വം, മഹബത്ത് അങ്ങനെ ഉണ്ടാവുകയാണ്. ഈ മഹബത്ത് നമുക്ക് റബ്ബിൽ നിന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തും പരലോകത്തും നമ്മളങ്ങനെ രക്ഷപ്പെടുകയാണ്. മാത്രമല്ല ഇസ്മിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 99 പേരാണ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഉള്ളത്. ആ 99 പേരിൻ്റെ പ്രധാനപ്പെട്ട പേരുകളാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 99 പേര് ആരെങ്കിലും കാണാതെ പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതുപോലുള്ള ജീവിതം നയിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ ആ പഠിക്കുന്ന ആളിന് അള്ളാഹു സ്വർഗം കൊടുക്കുന്നതാണ്. മാത്രമല്ല പരലോകത്ത് സ്വർഗം കൊടുക്കുകയും ദുനിയാവിൽ എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ ആ വ്യക്തിക്ക് നൽകുന്നതുമാണ്. 99 നാമം നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. ഒരു ദിവസം ഒരു 5-10 വീതം പഠിച്ച് അതിൻ്റെ അർത്ഥവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുനിയാവും ആഖിറവും നമ്മൾ കരസ്ഥമാക്കുകയല്ലേ. മാത്രമല്ല നമ്മുടെ കുടുംബജീവിതം ഏറ്റവും ഉന്നതമായ നിലയിൽ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തരുന്നു. എപ്പോഴായാലും നമ്മൾ ഈ ദുനിയാവിൽ നിന്നും വിട്ടുപോകേണ്ടിയുള്ളവരല്ലേ. അങ്ങനെ വിട്ടുപോകുമ്പോൾ ആഖിറം എന്ന് പറയുന്നതായ കാലാകാലമുള്ള ഒരു ലോകമുണ്ടല്ലോ. ആ ലോകത്തിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ നമുക്ക് നൽകുന്നതുമാണ്. അതുകൊണ്ട് ഇത് പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. മടി കാണിക്കരുത്. സംശയം വെച്ച് ചെല്ലാനും പാടില്ല. ഈ ദിക്ർ ഞാനിവിടെ പറയാൻ പോകുന്നു. ഈ ദിക്റിൻ്റെ പ്രധാനമായ മറ്റൊരു ഭാഗം കൂടി ഇതിലൂടെ ഒന്ന് ഞാൻ പറയട്ടെ. ഈ ദിക്ർ ചെല്ലുന്നവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ ഒരു രോഗവും അവന് കൊടുക്കുകയില്ല. ഒരു രോഗവും കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ജലദോഷങ്ങളൊക്കെ ആളുകൾക്ക് ആവശ്യമാണ്. ഒരു 6 മാസം 3 മാസം കൂടുമ്പോഴെല്ലാം ഒരു ചെറിയ ജലദോഷം മനുഷ്യനാവശ്യമാണ്. എങ്കിലേ മനുഷ്യന് ശുദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മറ്റു മോശമായ കാഠിന്യമുള്ള ഒരു രോഗവും അല്ലാഹു കൊടുക്കുകയില്ല. അത് ഏറ്റവും വലിയൊരു വിജയമല്ലേ. അഥവാ ഈ രോഗങ്ങൾ, മോശമായ ഒരു രോഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഈ ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ലോകത്തെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല തമ്പുരാൻ മാറ്റുന്നതാണ്, ശുദ്ധീകരണം ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ അസുഖങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല ശിഫയാക്കിത്തരും. അതിലും ഒരു തർക്കവുമില്ല. ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം, ഈ ഇസ്മ നിങ്ങൾ ചെല്ലണം. അല്ലാഹുവിൻ്റെ ഇസ്മാണ്. നിസ്സാരമായിട്ട് തള്ളല്ലേ, നിസ്സാരമായിട്ട് പറയല്ലേ. സുബ്ഹാനഹു തആല തമ്പുരാൻ ഈ ദിക്ർ ചെല്ലുന്നവർക്ക്, അല്ലാഹുവിൻ്റെ ഇസ്മ പഠിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദാനമായി കൊടുക്കുകയാണ്.